തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം. ഒഡീഷ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. സാനു കെ സജീവുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സാനു, വിശദാംശങ്ങൾ പറയും. സംഭവത്തിന് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒഡീഷ സ്വദേശിയായിട്ടുള്ള ധൻപത്ത് നായിക്കാണ് ഈ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. തൃശൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന അനാശാസ്യ കേന്ദ്രത്തിലാണ് ഈ ഒരു തർക്കവും തുടർന്ന് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ നടക്കുന്നത്. ഒഡീഷ, അസം സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 8 സംഘമാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. കൊല്ലപ്പെട്ട ധൻപത്ത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്ന് ലൈംഗിക ആവശ്യത്തിനായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. അതിനെ തുടർന്ന് ഇവരുമായിട്ട്, ഈ ധൻപത്തുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഉണ്ടാകുന്നു. ശാരീരികമായിട്ടൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ മൂവർ സംഘം, അതായത് അസം സ്വദേശികളും ധൻപത്തും അടക്കമുള്ളവർ ആദ്യം ആശുപത്രിയിലേക്ക് പോയി ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായില്ല. തുടർന്ന് ധൻപത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്നലെയാണ് ഇവർ ഈ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഈ സംഭവം പോലീസിന്റെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. ഇവിടെ ആരാണ് ഈ കേന്ദ്രം നടത്തുന്നത്, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സാനു കെ സജീവാണ് തൃശൂരിൽ നിന്നും ചേർന്നത്.